ഇവന്മാരല്ലെങ്കിൽ നേരിട്ടല്ല ഈ കോടികളുടെ പരിപാടി എന്താ വെച്ചാൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാഫുണ്ട്. ഇപ്പം ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ തന്നെ അതിലെ പിന്നെ ഇയാൾ പിന്നെ പറഞ്ഞല്ലോ ജ്വല്ലറിയിലുള്ള പെൺകുട്ടികളുടെ അടുത്ത് വരെ മോശമായി പെരുമാറുകയും അബോർഷൻ നടത്തുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. കാരണം ക്യാൻവാസ് ചെയ്ത് കൊടുക്കാൻ ലേഡി സ്റ്റാഫ് വരെയുണ്ട്. അത് മലയാള സിനിമയിൽ പണ്ടുണ്ടായിരുന്നു. സുകുമാരി അമ്മയ്ക്ക് അതായിരുന്നു പരിപാടി. സുകുമാരി അമ്മ എന്നൊന്നും വിളിക്കാൻ പാടില്ല. സുകുമാരിക്ക് പുതിയ നടികൾ വരുമ്പോൾ മക്കളെ നമുക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, അവർ ഹീറോയിനാക്കും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് ഈ മുതിർന്ന നടന്മാർക്ക് വേണ്ടിയിട്ട് ഇവരെ ക്യാൻവാസ് ചെയ്യുകയും അവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയും അവരെ ഇവരുടെ കിടപ്പറയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം സുകുമാരി വഹിച്ചിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ആരും വിശുദ്ധരാവുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനത് സാന്ദർഭികം. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഇപ്പോൾ നടക്കുന്ന ഹണി റോസ് ബോച്ചെ കേസ് വരെ എടുത്തൊന്ന് നോക്കുമ്പോൾ സിനിമാ മേഖലയിലെ പുറത്തു പറയാൻ കൊള്ളാത്ത അണിയറ കഥകളുടെ നീണ്ട ഒരു ലിസ്റ്റ് തന്നെയുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകും. തൊഴിലെടുത്ത് ഒരു സ്ത്രീ നേരിടേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായ ചൂഷണങ്ങളുടെ എക്സ്ട്രീമാണ് സിനിമ മേഖല. അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കിന് ആത്മാഭിമാനം അടിയറവ് വെക്കൽ എന്നൊരു പര്യായം കൂടിയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ സിനിമാ മേഖലയിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു. ഇക്കൂട്ടത്തിൽ ഇതാ പ്രിയങ്കരിയായ സുകുമാരി അമ്മയെക്കുറിച്ച് ശ്രീമാൻ രാജൻ ജോസഫ് ചില അപ്രിയ രഹസ്യങ്ങൾ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ചാനലിൽ ഹണി റോസ് വിഷയത്തിൽ ചെയ്ത ഒരു വീഡിയോയ്ക്കിടയിലാണ് സുകുമാരി എന്ന നടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സിനിമാ മേഖലയിലെ പുതുമുഖ നടിമാരോട് താരരാജാക്കന്മാർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കാൻ സുകുമാരി പറയുമായിരുന്നുവെന്നാണ് രാജൻ ജോസഫിന്റെ ആരോപണം. ഇതിലെ വാസ്തവം എത്രമാത്രമെന്ന് അറിയില്ല. എന്നാൽ നീണ്ട അഭിനയ സപര്യയിൽ കലാകാരി എന്ന നിലയിൽ അത്യുന്നതങ്ങളിൽ തന്നെയാണ് സുകുമാരിക്ക് സ്ഥാനം. മരണശേഷവും അവർ സമ്മാനിച്ച ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ മലയാളി മനസ്സ് ഒരിക്കലും മറക്കില്ല. മാഗിക്ക് എൻ്റെ അമ്മയാകാൻ പറ്റുമോ? മോഹൻലാലും സുകുമാരിയും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് ദശരഥത്തിലെ രാജീവ് മേനോൻ എന്ന മോഹൻലാൽ കഥാപാത്രവും മാഗി എന്ന സുകുമാരി കഥാപാത്രവുമാണ്. ഇരുവരും മത്സരിച്ചഭിനയിച്ച ചിത്രം. ദശരഥത്തിലെ ക്ലൈമാക്സ് സീനുകളിൽ മിന്നുന്ന പ്രകടനമാണ് ഇരുവരും കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ വന്ദനം, ബോയിങ് ബോയിങ്, നിന്നിഷ്ടം എന്നിഷ്ടം, പകൽ നക്ഷത്രങ്ങൾ തുടങ്ങിയ ഒത്തിരി ചിത്രങ്ങളിൽ ഇരുവരും അഭിനയിച്ച് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പൊങ്ങച്ചമുള്ള സൊസൈറ്റി ലേഡിയായും സ്നേഹം നിറയെയുള്ള അമ്മയായും കുശുമ്പുള്ള അമ്മായിയമ്മയായും വാത്സല്യം നിറഞ്ഞ മുത്തശ്ശിയായുമൊക്കെ 2500-ലേറെ ചിത്രങ്ങളിൽ നിറഞ്ഞാടിയ സുകുമാരി അമ്മയുടെ വേർപാട് 2013 മാർച്ച് 26-നായിരുന്നു. മലയാളം കൂടാതെ തമിഴ്, തെലുങ്കു, ബംഗാളി, ഹിന്ദി സിനിമകളിൽ വരെ അവർ വേഷമിട്ടിരുന്നു. ദശരഥത്തിലെ മാഗി, തലയാള മന്ത്രത്തിലെ സുലോചന തങ്കപ്പൻ, ബോയിങ് ബോയിങ്ങിലെ കുക്ക് ഡിക് അമ്മായി, പഞ്ചവടി പാലത്തിലെ മെമ്പർ രാഹേൽ, അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലെ ദേവിക, കാര്യം നിസാരത്തിലെ ആനി, അമ്മ അമ്മായിയമ്മയിലെ വിശാലാക്ഷി, കേരള കഫേയിലെ നാരായണി, അങ്ങനെ അജഗജാന്തര വ്യത്യാസമുള്ള വേഷങ്ങൾ അനായാസേന കൈകാര്യം ചെയ്യുന്നതിലെ മികവാണ് സുകുമാരിയെ ഏവർക്കും പ്രിയപ്പെട്ടവരാക്കിയത്. ഇവന്മാരല്ലെങ്കിൽ നേരിട്ടല്ല ഈ കോടികളുടെ പരിപാടി എന്താ വെച്ചാൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാഫുണ്ട്. ഇപ്പം ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ തന്നെ അതിലെ പിന്നെ ഇയാൾ പിന്നെ പറഞ്ഞല്ലോ ജ്വല്ലറിയിലുള്ള പെൺകുട്ടികളുടെ അടുത്ത് വരെ മോശമായി പെരുമാറുകയും അബോർഷൻ നടത്തുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. കാരണം ക്യാൻവാസ് ചെയ്ത് കൊടുക്കാൻ ലേഡി സ്റ്റാഫ് വരെയുണ്ട്. അത് മലയാള സിനിമയിൽ പണ്ടുണ്ടായിരുന്നു. സുകുമാരി അമ്മയ്ക്ക് അതായിരുന്നു പരിപാടി. സുകുമാരി അമ്മ എന്നൊന്നും വിളിക്കാൻ പാടില്ല. സുകുമാരിക്ക് പുതിയ നടികൾ വരുമ്പോൾ മക്കളെ നമുക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, അവർ ഹീറോയിനാക്കും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് ഈ മുതിർന്ന നടന്മാർക്ക് വേണ്ടിയിട്ട് ഇവരെ ക്യാൻവാസ് ചെയ്യുകയും അവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയും അവരെ ഇവരുടെ കിടപ്പറയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം സുകുമാരി വഹിച്ചിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ആരും വിശുദ്ധരാവുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനത് സാന്ദർഭികം